ഹായ്. അങ്ങനെ ഞങ്ങൾ അവിടെ വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. വിളക്ക് വെച്ച് മമ്മട്ടിക്ക് നമ്മൾ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ എടുക്കും. പിന്നെ കാട് കളയാനുണ്ട്. കാടൊക്കെ വെട്ടി തെളിച്ച് വേണം അവിടെ താമസം തുടങ്ങണമെങ്കിൽ പണിതിട്ട് വരാൻ. ഇപ്പോൾ ഒരു കല്യാണരാമം വരുന്നത് നിലവിളക്കൊക്കെ എടുക്കുന്ന കണ്ടുകൊണ്ട് അപ്പേ നമ്മൾ അമ്പലം പണിയുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വരുന്നുണ്ട്. അവന് മുണ്ടെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരുന്നുണ്ട്. കല്യാണരാമനെ എടുത്തോണ്ട് വരുമോ വെള്ളത്തിൽ ചവിട്ടാണ്ട്. ഇടൂ കല്യാണരാമനെന്ന് പറഞ്ഞ എന്തുവാക്കളെ? അപ്പൊ പറഞ്ഞില്ല കല്യാണരാമനെന്ന് പറഞ്ഞ എന്തുവാ? കല്യാണം കഴിക്കുമെന്നല്ലേ? എൻ്റെ കുഞ്ഞിന് കറക്റ്റ് അറിയാം കണ്ട. എൻ്റെ മോഹൻലാൽ പറ്റും. മോഹൻലാലിന് പറ്റുമോ ഇങ്ങനെ? ഇല്ലക്കളെ അതെ. ആറാം തമ്പുരാൻ കഴിഞ്ഞാൽ പിന്നെ കിടുക. അതെ. വല്യേട്ടൻ കഴിഞ്ഞാലും പിന്നെ കിടുക. കല്യാണരാമൻ തുടങ്ങുന്നതിന് മുന്നേ കിടുക. തിരിച്ചു വരുമ്പോ ഇത് തലയിലിരിക്കും. മുണ്ട് കുറച്ച് തല വെച്ചോണ്ടൊരു വെയിലല്ലേ. ചന്ദനക്കുറിയൊക്കെ ഇട്ടങ്ങ് ശുണ്ടറായി. മോഹൻലാൽ വാ നടക്കും. മോഹൻലാൽ നടക്കാൻ പറ്റുമോ? അവന് പിന്നല്ലാണ്ട് അവൻ വലിച്ചോണ്ട് പോകാൻ പറ്റുമോ? തലയിലിടാൻ തുണി വേണ്ടവരെടുത്തോ. നല്ല വെയില. ആ കയ്യിൽ മതി. ഒന്നും കാണത്തില്ല. പോടാ. നീ ഇന്ന് വരുന്നുണ്ടോ? രാഹുകാലത്തിന് മുന്നേ കിടുന്നെത്തുവോ? ആ ലുക്ക് നോക്കിയേ എന്തൊരു സുന്ദരൻ. നീ പോസ് ചെയ്തോണ്ട് നിക്കണ്ട. അപ്പൊ നമുക്ക് പോവാ. ഈ മുഖത്തെന്താ ഒരു വിഷമം? ഉമ്മച്ചാത്താരാ നീ പോസ് ചെയ്യുന്നില്ല ഉമ്മച്ചൻ. ദേ മോഹൻലാലിനെ എടുത്തോണ്ട് വരുന്നു. ആറാം തമ്പുരാനോ? ആറാം തമ്പുരാനോ നടക്കാത്തേ? ആറാം തമ്പുരാന് ശേഷമുള്ള ഏഴാം തമ്പുരാൻ. 6:15. വേണ്ട ഉമ്മന്റെ ദേഹത്ത് പോച്ചപ്പോവാവും. വേണ്ട ചേച്ചി. ആ പറഞ്ഞത് ഞാൻ രണ്ട് സാമ്പ്രാണി ഒരു പഴത്തിന്റെ പണ്ടിക്ക് കുത്തി വെക്കും. മോയെ എന്താണ്ടെ മുഖമൊന്ന് കണ്ടേ. നല്ല അഭിപ്രായമൊന്നുമില്ല. ദേണ്ടിരുന്ന് ഡയലോഗ് അടിച്ചിട്ട് ചിരിക്കുന്നു. കഷ്ടപ്പെട്ട് ചെയ്യുമ്പോ ഡയലോഗ് അല്ല എന്റെ 5 വരുന്നുണ്ട്. കിടിച്ചെന്ന് നിക്ക് കിടൂ. പ്രാർത്ഥിക്ക. അതാത്ത് വെക്കുന്ന അങ്ങിതാ കൈ കൂപ്പി പ്രാർത്ഥിച്ചേ. പോയിട്ട് വിളി. ഇതിന് എങ്ങനെങ്കിലും ഇതിന്റെ ഇടയിൽ ഒന്ന് കയറണമല്ലോ. അപ്പൊ എന്റെ വീട് പണി നന്നായിട്ട് പോണേന്ന് പ്രാർത്ഥിച്ചു. നന്നായിട്ട് നടക്കണേ.
ഏതാ കന്നിമൂല? നമ്മുടെ ആ മൂലയില്ലേ ആ അവിടെ വരും കന്നിമൂല. ആ ഇത് കിടക്കല്ലേ ഇങ്ങനെ വരുന്നുണ്ട്. എൻ്റെ ഒരു ഉദ്ദേശം അതാണ്. അത് തന്നെയാണ് അവിടെ. എല്ലാവരെയും കൂടെ ഇങ്ങോട്ട് ഞാൻ കിട്ടും. മണിമാമന്റെ കാലേ തൊട്ട് വേണം. കാലേ തൊട്ട് വേണം. കാലേ തൊട്ട് വേണം. കാലത്തോടെ ആ സ്വാമിയാ മണിയാണ് അനുഗ്രഹിച്ചു. അങ്ങനെ. അപ്പോൾ നമ്മൾ തടിയേലോ മണ്ണേലോ വേണം ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്നാണ് മണിയണ്ണ നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു തടി ഇവിടെ വീണ് കിടപ്പുണ്ട്. വീടിൻ്റെ പണിക്ക് വേണ്ടിയിട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ സുലോമ്മ അതിൽ വെട്ടി അതിൻ്റെ പണി തുടങ്ങുന്നതായിട്ട് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുമെന്നാണ്. പിന്നെ നിങ്ങൾ ചിലപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ ചിലതൊക്കെ കാണുമ്പോൾ പല സംശയങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ മലയ്ക്കുള്ള അപ്പൂപ്പന് വെക്കുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ അതങ്ങനെയാണ് ചെയ്യുന്നത്. അവരെന്തൊക്കെയാണ് ഉപയോഗിച്ചത് അത് അവർക്ക് കൊടുക്കും. കാലാകാലങ്ങളായിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യം നമ്മളും തുടരുന്നു. പെരപണിക്ക് തുടങ്ങുന്നേ അത് ഔദ്യോഗികമായിട്ട് അറിയാവുന്നവരെ കൊണ്ട് നല്ലതുപോലെ കാര്യങ്ങൾ ചെയ്യും. ആ അല്ല ഇത് മതി. മണിയണ്ണ ചെയ്താൽ പിന്നെ ഞങ്ങൾക്ക് ഓക്കെ അല്ലേ? പിന്നല്ല അതല്ല പെരപണി തുടങ്ങുന്നേ അത് നമ്മളിപ്പം ഒന്ന് സ്റ്റാർട്ടിങ് തുടങ്ങുന്നേ നമ്മളെ കൊണ്ട് അറിയാവുന്ന പോലെ ചെയ്യുന്നു. അതെ അതെ. കൈയടിക്കടാ. പരിപാടി അങ്ങനെ നമ്മൾ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അമ്മ വെട്ടി തീർക്കണ്ട, മതി. പിന്നെ ഈ കർമ്മം ചെയ്യാൻ മണിയണ്ണൻ അറിയാമോ എന്ന് ചോദിച്ചാൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാണ്ട് ശനിയെന്നോ ഞായറെന്നോ ഇല്ലാണ്ട് അവധി പോലും എടുക്കാണ്ട് ഈ മണ്ണിന് വേണ്ടി പണിയാണ്. അതെ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മണിയണ്ണൻ അതന്നെ മണിയണ്ണനാണ് നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ അനുഗ്രഹിച്ച് നമ്മുടെ കാര്യം ചെയ്തു തരാൻ ഏറ്റവും നല്ലത് മണിയണ്ണൻ തന്നെയാണ്. നമ്മൾ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ചിലർക്ക് തോന്നുന്നു എന്തുകൊണ്ട് അച്ചാച്ചി ചെയ്യാത്തതെന്ന്. പക്ഷേ അച്ചാച്ചി ഇങ്ങനത്തെ കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്യാൻ അറിയത്തുമില്ല. മാത്രമല്ല അച്ചാച്ചിയുടെയും കൂടെ നിർബന്ധമാണ് അത് മണിയണ്ണൻ തന്നെ ചെയ്യണമെന്നുള്ളത്. അതെ, നമ്മുടെ വീട്ടിലെ ഒരാൾ തന്നെയാണല്ലോ അങ്ങനെ. മമ്മട്ടി ഉണ്ടോ? ചിലപ്പോൾ ആരെങ്കിലും പറയും പൂജ ചെയ്യുന്നിടത്ത് എന്താ പട്ടിക്ക് കാര്യമെന്ന്. 19 വയസ്സുള്ള കൊച്ചാണ്. ഞങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ പട്ടിണി സമയത്ത് പോലും കൂടെ പട്ടിണി കിടന്ന കൊച്ചാണ്. അവളില്ലാണ്ട് നമുക്ക് എന്താഘോഷം? അതുകൊണ്ട് അവളെ കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് മകരവിളക്കാ. ഇന്നാണ് നമ്മുടെ ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ഇന്ന് മകരവിളക്കാണ്. ഇന്നാണ് നമ്മുടെ കുട്ടുവാവയും കല്ലും മരിച്ചിട്ട് 1 വർഷമായി. അച്ചാച്ചി ഇതിലൊന്നും പങ്കെടുക്കാത്തതും വളരെ സൈലൻ്റായിട്ട് നിൽക്കുന്നതിൻ്റെയും മറ്റൊരു കാരണം കൂടെ അച്ചാച്ചിയുടെ കല്ലുമോള് പോയതിൻ്റെ ദുഃഖം കൂടെയാണ്. ഇപ്പൊ ചീനിൻ്റെ കൂടെ ഈ അയ്യത്തെല്ലാം കയറി അടക്കേണ്ടതാണ്. അവനെയും കൊണ്ട് വന്നിട്ടുണ്ട് അതിന്. ഞാനും പിന്നെ എല്ലാം അവിടെ നിന്ന് കാണുന്നുണ്ട്. ഒരു വർഷമായി. ഇന്നൊരു വർഷം. മണിയണ്ണൻ്റെ ഏറ്റവും വലിയ കമ്പനിയായിരുന്നു. ജാക്കിയുടെ കൂടെ അയ്യത്തോട് ഇങ്ങനെ നടക്കുമായിരുന്നു മണിയണ്ണൻ. അന്ന് ഒറ്റയ്ക്ക് മുണ്ടൊക്കെ വലിച്ച് കയറി പൊതിഞ്ഞ് പൂക്കളും ഒക്കെ ഇട്ട് കുഴിയെടുത്ത് അവരെ അടക്കിയില്ലേ. ഒന്ന് എണീറ്റ് ഒന്ന് കുറയ്ക്കാവോ?